ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററായ മധ്യകാല അധികാര വ്യവസ്ഥകൾ എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 11ാമത്തെ ചാപ്റ്റർ ആണ് ഫ്യൂഡലിസവും മധ്യകാല ലോകവും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മനോരിയൽ എസ്റ്റേറ്റിന്റെ രൂപരേഖയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട മനോരിയൽ എസ്റ്റേറ്റിന്റെ രൂപരേഖയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ പ്രദേശമാണ് മനോരിയൽ എസ്റ്റേറ്റ്. അപ്പൊ ആ ഒരു മധ്യകാലഘട്ടത്തിൽ പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മനോരിയൽ എസ്റ്റേറ്റ്. എന്തൊക്കെയാണ് മനോരിയൽ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്? കൂടുതലായിട്ടും കൃഷിസ്ഥലങ്ങളാണ് ഉള്ളത് അല്ലെ. പിന്നീട് വനങ്ങൾ കൃഷിസ്ഥലത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് വനങ്ങൾ കാണാൻ കഴിയുന്നത്. പിന്നെ മാനുവർ പ്രഭുവിന്റെ കൊട്ടാരം, ആരാധനാലയം, മിൽ, മേച്ചിൽപ്പുറം, ഗ്രാമം, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു രൂപരേഖയിൽ കാണാൻ പറ്റുന്നത്. എന്താണ് ഫ്യൂഡലിസം നോക്കട്ടോ. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. അപ്പൊ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ്, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. അപ്പൊ ഫ്യൂഡലിസം എന്ന വേർഡ് എവിടുന്നാണ് വന്നത്? ഫ്യൂഡ് എന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ് കേട്ടോ. ഫ്യൂഡ് എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഒരു തുണ്ട് ഭൂമി. ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പൊ എവിടെയാണ് ഈ ഒരു ഫ്യൂഡലിസം നിലവിൽ വന്നത്? ഫ്രാൻസിലാണ് വന്നത്. പിൽക്കാലത്ത് എന്താണ്? ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. 3 ക്രമങ്ങളാണ്: പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും ആവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കുവാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് സ്വതന്ത്ര കർഷകരും അടിയാന്മാരും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫ്യൂഡലിസത്തിലെ മുഴുവൻ ഭൂമിയുടെയും അധികാരം രാജാവിനായിരുന്നു കേട്ടോ. രാജാവ് പിന്നീട് തന്റെ കൈവശമുള്ള ഭൂമി എന്താണ്? പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. അതിന് പകരമായിട്ട് എന്താണ്? രാജാവിനോട് പ്രഭുക്കന്മാര് കൂറുള്ളവരായിരിക്കുമെന്നും ആവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രഭുക്കന്മാർക്ക്, അതായത് രാജാവിന് സൈന്യത്തെ രൂപീകരിക്കാനുള്ള എന്താണ്? അധികാരമില്ലായിരുന്നു. ആർക്കായിരുന്നു? പ്രഭുക്കന്മാരാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ എന്താണ്? പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കുവാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരം പ്രഭുക്കന്മാർക്കായിരുന്നു. ഇനി എന്താണ്? 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകർ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ മാനുവർ എസ്റ്റേറ്റിന്റെ രൂപരേഖ കണ്ടപ്പോൾ കൂടുതലായിട്ടും എന്താണ്? കൃഷിഭൂമിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം എന്താണ്? കൃഷിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്നത് മൂന്നാമത്തെ വിഭാഗമായ കർഷകരാണ്. അതുവരെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: സ്വതന്ത്ര കർഷകരും അടിയാന്മാരും ട്ടോ. ഇവരുടെ അവസ്ഥ എന്താണ്? ആ കാലഘട്ടത്തിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലാണ് ഇവർ പണിയെടുക്കേണ്ടി വന്നു. വേതനം ലഭിച്ചിരുന്നില്ല. പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഇത് അന്നത്തെ ഫ്യൂഡലിസത്തിലെ കർഷകരുടെ അവസ്ഥയാണ് കേട്ടോ. 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടാക്കിയ സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 14ാം നൂറ്റാണ്ടായതോടെ എന്താണ്? ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ, സാഹചര്യങ്ങളാണ്? കാലാവസ്ഥാ വ്യതിയാനം, ലോഹനാണയങ്ങളുടെ ദൗർബല്യം, അതായത് ജനസംഖ്യാ വർദ്ധിച്ചപ്പോൾ ലോഹനാണയങ്ങളുടെ ദൗർബല്യം വന്നു. രാജാധികാരം ശക്തിപ്പെട്ടപ്പോൾ രാജാവിന് സ്വയം എന്താണ്? സൈന്യത്തെ രൂപീകരിക്കുവാനും അതുപോലെ നാണയങ്ങൾ അച്ചടിക്കുവാനും നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി. അതാണ് രാജാധികാരം ശക്തിപ്പെട്ടതെന്നാണ്. അപ്പൊ ആ ഒരു വ്യവസ്ഥിതി, അതായത് പുരോഹിതർ, പ്രഭുക്കന്മാർ എന്നുള്ള ആ ഒരു ഓർഡർ തന്നെ അവിടെ ഇല്ലാതായി. രാജാവിന് കൂടുതൽ അധികാരം ലഭിച്ചു. ഇനി പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം,
അതുപോലെ എന്താ വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം, കുരിശ് യുദ്ധങ്ങൾ. ഇതൊക്കെ എന്താണ് 14-ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാനിടയാക്കിയ സാഹചര്യങ്ങളാണ്. അടുത്തത് വിശുദ്ധ റോമാ സാമ്രാജ്യം, ഹോളി റോമൻ എംപയർ ആണ് കേട്ടോ. റോം ആസ്ഥാനമായിട്ട് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. പിന്നീട് എന്താണ് റോമാ സാമ്രാജ്യം പശ്ചിമ റോമാ സാമ്രാജ്യം എന്നും പൂർവ്വ റോമാ സാമ്രാജ്യം എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു കേട്ടോ. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. ആരാണ്? ഫ്രാങ്കുകൾ. അവരെന്താണ് എന്നിട്ട് അവിടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചു. ഈ സാമ്രാജ്യത്തെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരാണ്? ഷാലമീൻ ആണ് കേട്ടോ. പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം ചെയ്തു. അപ്പൊ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തി ആരാണ്? ഷാലമീൻ ആണ് കേട്ടോ. ഷാലമീൻ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ്. അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ ശൈലി കരോലിഞ്ചിയൻ ശൈലി എന്നറിയപ്പെടുന്നു. ഷാലമീന്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുരോഗതി കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പൊ കരോലിഞ്ചിയൻ നവോത്ഥാനം ആരുടെ കാലഘട്ടത്തിലാണ്? ഷാലമീന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ എന്താണ് ഈ കരോലിഞ്ചിയൻ ശൈലി നോക്കാം. വാസ്തുവിദ്യയിലെ കരോലിഞ്ചിയൻ ശൈലി ബൈസാന്റൈൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയായിരുന്നു കരോലിഞ്ചിയൻ ശൈലി. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളും ഇതിന്റെ സവിശേഷതകളാണ്. അപ്പൊ ബൈസാന്റൈൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ചൊരു ശൈലിയാണ് കരോലിഞ്ചിയൻ ശൈലി എന്ന് പറയുന്നത് കേട്ടോ. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളും ഇതിന്റെ സവിശേഷതകളാണ്. ഓക്കെ. അടുത്തത് പൂർവ്വ റോമാ സാമ്രാജ്യം. റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. ഇതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റൈൻ എന്നായിരുന്നു. അതിനാൽ ഈ സാമ്രാജ്യം ബൈസാന്റൈൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. പൂർവ്വ റോമാ സാമ്രാജ്യം എന്താണ്? പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം റോമിൽ കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. ഇതിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേരെന്താ? ബൈസാന്റൈൻ. അതിനാൽ ഈ സാമ്രാജ്യം ബൈസാന്റൈൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ബൈസാന്റൈൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് പൂർവ്വ റോമാ സാമ്രാജ്യമാണ്. പൂർവ്വ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ. ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയന്റെ നിയമം. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി ഇദ്ദേഹം രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. കോർപ്പസ് ജൂറിസ് സിവിൽസ് ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമമാണ്? ജസ്റ്റീനിയന്റെ കാലഘട്ടത്തിൽ കേട്ടോ. ആരാണ് ജസ്റ്റീനിയൻ? പൂർവ്വ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. ഓക്കെ. കോർപ്പസ് ജൂറിസ് സിവിൽസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോർപ്പസ് ജൂറിസ് സിവിൽസ് ആരാണ്? ജസ്റ്റീനിയന്റെ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? കോർപ്പസ് ജൂറിസ് സിവിൽസ് 3 ഭാഗങ്ങളുണ്ട്. ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തതാണ് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ. ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിൽ അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങളുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിലായിട്ടുള്ള ഈ ഒരു പ്രദേശം, വിശാലമായ ഈ ഒരു പ്രദേശത്തെയാണെന്ത് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഉപദ്വീപാണ് കേട്ടോ. ദ്വീപും ഉപദ്വീപും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റും എന്താണ്? സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അല്ലെ. എന്നാൽ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അറബികൾ പല ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഭൂരിഭാഗം ഗോത്രങ്ങളും നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ നഗരങ്ങളിൽ വസിച്ചിരുന്ന ചില വിഭാഗങ്ങൾ കച്ചവടത്തിലും കൃഷിയിലും വ്യാപൃതരായിരുന്നു. ഇവർ കച്ചവടത്തിനായി വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കാബ. തീർത്ഥാടന കാലം സമാധാനത്തിന്റെ കാലമായിരുന്നു. അപ്പൊ അറബികളുടെ തീർത്ഥാടന കേന്ദ്രം എവിടെയാണ്? മക്കയിലെ കാബ ആണ് കേട്ടോ.
പ്രവാചകനായ മുഹമ്മദ് നബി പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മക്കയിലെ ധനികരായ വ്യാപാരികൾ എതിർത്തു. അതിനാൽ CE 622 മുഹമ്മദ് നബി തന്റെ അനുയായികളുടെയുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഹിജ്റ ഏതാണ് വർഷം? CE 622 ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മദീനയുടെ ഭരണാധികാരിയായി മാറി. പിന്നീട് മക്കയുടെ നിയന്ത്രണം ലഭിച്ചതോടെ മദീന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ തലസ്ഥാനമായി. മക്ക മതകേന്ദ്രമായി മാറുകയും ചെയ്തു. ഇങ്ങനെ അറേബ്യയിലെ വലിയൊരു ഭാഗം പ്രദേശത്തെ ഏകീകരിച്ച് അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഖലീഫ ഭരണം. മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഖലീഫമാർ എന്നറിയപ്പെട്ടു. അവരുടെ ഭരണകാലമാണ് ഖലീഫ ഭരണം, ഖലീഫത്ത്. അപ്പൊ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന പിൻഗാമികളാണ് ഖലീഫമാർ എന്നറിയപ്പെടുന്നത്. അവരുടെ ഭരണമാണ് ഖലീഫ ഭരണം. ഖലീഫ ഇസ്ലാം മതാധ്യക്ഷനും അറബ് രാഷ്ട്രത്തിന്റെ തലവനുമായിരുന്നു. ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മദീനയായിരുന്നു. ആദ്യകാല ഖലീഫമാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആദ്യകാല 4 ഖലീഫമാരുടെ പേരുകളും. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മദീനയായിരുന്നു കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയായിരുന്നു ആദ്യകാല ഖലീഫമാർ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അടുത്തതാണ് ഉമവിയ രാജവംശം. 4ാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ സിറിയയിലെ ഗവർണർ ആയിരുന്ന മുഹാവിയ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഉമവിയ രാജവംശം. അവർ തലസ്ഥാനം സിറിയയിലെ ദമാസ്കസിലേക്ക് മാറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖലീഫമാരുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? മദീനയായിരുന്നു തലസ്ഥാനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവര് സിറിയയിലെ ദമാസ്കസിലേക്ക് തലസ്ഥാനം മാറ്റുകയായിരുന്നു ചെയ്തത് കേട്ടോ. ഉമവിയ വംശത്തിലെ ഖലീഫയായിരുന്ന അബ്ദ് അൽ മാലിക് അറബ് സത്വത്തിന് ഊന്നൽ നൽകി. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്നാണ് കൊടുത്തത്? അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു. ആരുടെ കാലഘട്ടത്തിലാണ്? ഉമവിയ വംശത്തിലെ ഖലീഫയായിരുന്ന അബ്ദ് അൽ മാലിക്കിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ ഇത്രയും മാറ്റങ്ങൾ. അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു. അടുത്തതാണ് അബ്ബാസിയകൾ. ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബ്ദുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഭരണം നിലവിൽ വന്നു. അവർ തലസ്ഥാനം ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി. ഇവരിൽ ഏറ്റവും പ്രധാന കവിയും പണ്ഡിതനും ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൽ അബ്ബാസിന്റെ നേതൃത്വത്തില് അബ്ബാസിയ ഭരണം നിലവിൽ വന്നു. അപ്പൊ മുഹാവിയ, അതായത് നമ്മൾ പറഞ്ഞു ഉമവിയ രാജവംശത്തിന് ശേഷം പിന്നീട് എന്താണ്? അബ്ബാസിയകളാണ് എന്താണ് ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഭരണം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ഇവരെന്താണ്? ദമാസ്കസിൽ നിന്ന് പിന്നീട് വീണ്ടും തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിയും പണ്ഡിതനും ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിന് അറബ് സംഭാവന. തനതായ ഒരു സംസ്കാരം പടുത്തുയർത്തുന്നവരായിരുന്നു അറബ് ജനത. അവർക്ക് കാര്യക്ഷമമായ ഒരു ഭരണകൂടം, പോസ്റ്റൽ സമ്പ്രദായവും നികുതി പിരിവ് സമ്പ്രദായവും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ബാഗ്ദാദ്, ദമാസ്കസ്, കെയ്റോ, കൊർദോവ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ ഇതിനുദാഹരണമാണ്. അപ്പൊ എന്താണ്? അറബ് സംഭാവനകളാണ് നമ്മൾ പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? കാര്യക്ഷമമായ ഒരു ഭരണകൂടവും പോസ്റ്റൽ സമ്പ്രദായവും നികുതി പിരിവ് സമ്പ്രദായവും ഇവർക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ എവിടെയൊക്കെയായിരുന്നു സർവകലാശാലകൾ? ബാഗ്ദാദ്, ദമാസ്കസ്, കെയ്റോ, കൊർദോവ എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ അറബികളുടെ എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് ബീജഗണിതം, അറബ് അക്കങ്ങൾ എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ് കേട്ടോ. ബീജഗണിതം സംഭാവന ചെയ്തത് അറബികളാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സംഭാവനയായ 0 ലോകത്താകെ വ്യാപിപ്പിച്ചതും അറബികളാണ്. രസതന്ത്രത്തിലെ നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കളും അറബികളാണ്. അതുപോലെ പ്രകാശശാസ്ത്രത്തിന്റെ, ഒപ്റ്റിക്സിന്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? അറബികളാണ്. അതുപോലെ ക്ഷയം, വസൂരി, ഉദരാർബുദം, പ്ലേഗ് എന്നീ രോഗങ്ങളെ കുറിച്ച് ഇവർക്ക് അറിവുണ്ടായിരുന്നു. 1001 രാവുകൾ അറബ് സാഹിത്യത്തിലെ പ്രസിദ്ധ ഗ്രന്ഥമാണ്. മറ്റു മേഖലകളിൽ ഇവരുടെ സംഭാവനകളാണ് ഇനി അടുത്തതായി കൊടുത്തത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് പറയാം. അൽ റാസിയുടെ മേഖല വൈദ്യശാസ്ത്രമാണ്. ഗ്രന്ഥം കിതാബ് അൽ ഹാവിയാണ്.
അടുത്തത് അവിസന്ന അല്ലെങ്കിൽ ഇബ്നുസീന വൈദ്യശാസ്ത്രം, അൽ ഖാനൂൻ ഫിത്തിബ്, അൽ ബിറൂനി ഭൗമശാസ്ത്രം, തഹീഖ് മാലിൽ ഹിന്ദ്, ഉമർ ഖിയാം സാഹിത്യം, റുബാഹിയത്ത്, ഫിർദൌസി സാഹിത്യം, ഷഹനാമ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് മംഗോളിയൻ സാമ്രാജ്യമാണ്. മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗമായിരുന്നു മംഗോളിയർ. പകൽ മുഴുവൻ പുൽമേടുകൾ തേടി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും രാത്രികാലങ്ങളിൽ കൂടാരങ്ങളിൽ വസിക്കുകയും ചെയ്തിരുന്ന ഗോത്രവർഗമായിരുന്നു മംഗോളിയർ. വളരെ കാലമായി പരസ്പരം പോരാടിയിരുന്ന വ്യത്യസ്ത മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. ടെമുജിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മംഗോളിയൻ ഗോത്ര സഭയാണ് അദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകിയത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗമായിരുന്നു മംഗോളിയർ. കിഴക്ക് ഭാഗത്താണ് കേട്ടോ മധ്യേഷ്യയുടെ. ഇവർക്ക് എന്തായിരുന്നു? പകൽ മുഴുവൻ പുൽമേടുകൾ തേടി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും രാത്രികാലങ്ങളിൽ കൂടാരങ്ങളിൽ വസിക്കുകയും ചെയ്തിരുന്നു. വളരെ കാലമായി പരസ്പരം പോരാടിയിരുന്ന വ്യത്യസ്ത മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടത് ആരാണ്? ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ആണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ടെമുജിൻ എന്നാണ്. മംഗോളിയൻ ഗോത്ര സഭയാണ് ഇദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകിയത്. മംഗോളിയരുടെ തലസ്ഥാനം ഏതാണ്? കാരക്കോറമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കാരക്കോറമാണ് മംഗോളിയരുടെ തലസ്ഥാനം. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു തപാൽ സമ്പ്രദായം ചെങ്കിസ് ഖാൻ ആരംഭിച്ചു. ഇത് യാം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇവിടുത്തെ തപാൽ സംവിധാനമാണ് യാം. കാര്യക്ഷമമായ സമ്പ്രദായത്തിന് കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം യാസ എന്ന പേരിൽ നിയമസംഹിതയ്ക്കും രൂപം നൽകി. അപ്പൊ യാം പോസ്റ്റൽ സംവിധാനവും യാസ് എന്താണ്? നിയമസംഹിതയാണ് കേട്ടോ. അടുത്തത് മാലി സാമ്രാജ്യം. ആഫ്രിക്കയിലെ പശ്ചിമ ഭാഗത്ത് വ്യാപിച്ചു കിടന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു മൻസ കങ്കൻ മൂസ. ഇബ്നെ ബത്തൂത്തയിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ മാലിയെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. മൻസ കങ്കൻ മൂസ വിദ്യാഭ്യാസം, കരകൗശല വിദ്യ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ തെക്കുഭാഗം സ്വർണ്ണ നിക്ഷേപത്തിനും വടക്കുഭാഗം ഉപ്പ് നിക്ഷേപത്തിനും പ്രസിദ്ധമായിരുന്നു. ഗാവോ, ജെനെ, തിംബുക്തു എന്നിവ സാമ്രാജ്യത്തിലെ പ്രസിദ്ധമായ പട്ടണങ്ങളായിരുന്നു. തിംബുക്തു കച്ചവട കേന്ദ്രത്തിനു പുറമെ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു. ഇവിടുത്തെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ തിംബുക്തുവിലേക്ക് എത്തിയിരുന്നു. മാലി സാമ്രാജ്യ പറഞ്ഞത് ആഫ്രിക്കയിലെ പശ്ചിമ ഭാഗത്ത് വ്യാപിച്ചു കിടന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം. ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് മൻസ കങ്കൻ മൂസ ട്ടോ. ഇബ്നു ബത്തൂത്തയിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ മാലിയെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. രാജ്യത്തിന്റെ തെക്കുഭാഗം സ്വർണ്ണ നിക്ഷേപത്തിനും വടക്കു ഭാഗം ഉപ്പ് നിക്ഷേപത്തിനും പ്രസിദ്ധമായിരുന്നു. പോലെ ഗാവോ, ജെനെ, തിംബുക്തു എന്നിവ സാമ്രാജ്യത്തിലെ പ്രസിദ്ധമായ പട്ടണങ്ങളാണ് കേട്ടോ. ഇവിടെ തിംബുക്തു ആണ് കച്ചവട കേന്ദ്രത്തിന് പുറമെ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു തിംബുക്തു. അതുപോലെ ഇവിടുത്തെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ തിംബുക്തുവിലേക്ക് എത്തിയിരുന്നു. അടുത്തത് അമേരിക്കയിലെ രാഷ്ട്ര സമ്പ്രദായങ്ങളാണ് കേട്ടോ. ഇവിടെ പാബ്ലോ നെരൂദയുടെ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചുവിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഈ പുരാതന നിർമ്മിതി ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ എന്താണ്? ഈ ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പാബ്ലോ നെരൂദ എഴുതിയ വരികളാണ് കേട്ടോ. മാച്ചു പിച്ചു. ഈ പുരാതന നിർമ്മിതി ഏതാണ്? ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് എന്താണ്? എന്താണ്? വടക്കേ അമേരിക്കയിലാണ് കേട്ടോ. സുസംഘടിതമായ രാഷ്ട്ര സമ്പ്രദായങ്ങൾ അമേരിക്കയിൽ നിലനിന്നിരുന്നതായി നിർമ്മിതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ രാഷ്ട്ര സമ്പ്രദായങ്ങളെ കുറിച്ച് പുറം ലോകത്തിന് അറിവുണ്ടായിരുന്നില്ല. 15ാം നൂറ്റാണ്ടിലെ യൂറോപ്യരുടെ അമേരിക്കയിലേക്കുള്ള പര്യവേഷണങ്ങളിലൂടെയാണ് ഇവയെക്കുറിച്ച് അറിവ് പുറം ലോകത്തിന് ലഭ്യമാകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകാകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ. ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇനി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ? ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകാകൾ. ഫസ്റ്റ് ആസ്ടെക്കുകൾ. ഇവിടെ നമുക്ക് എന്താണ്? മധ്യ തെക്കേ അമേരിക്കയിലെ രാഷ്ട്ര സമ്പ്രദായങ്ങളുടെ ഒരു എന്താണ് മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ്ടെക്കുകൾ 12ാം നൂറ്റാണ്ടിൽ ആസ്ടെക്കുകൾ മെക്സിക്കോ തായ്വരയിലേക്ക് കുടിയേറി. 12ാം നൂറ്റാണ്ടിൽ കേട്ടോ. ആസ്ടെക് സമൂഹം ശ്രേണികളിൽ അധിഷ്ഠിതമായിരുന്നു. ഇവരുടെ തലസ്ഥാനം ടെനോച്ചിറ്റ്ലാനാണ് കേട്ടോ. ഇവർ മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. ഇത് ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്.
കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഇവർ ചോളം, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇതിനു പുറമെ കച്ചവടം, കൈത്തൊഴിൽ എന്നിവയിലും വ്യാപൃതരായിരുന്നു. സ്വർണം, ചെമ്പ്, തകരം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായി കാൽമേഗാക്കും അതുപോലെ മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ടെപ്പോച്ച് കെല്ലി എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചിരുന്നു. അപ്പൊ എന്താണ്, ആസ്റ്റിക്കുകളെ കാര്യമാണ് പറഞ്ഞത്. ഇവരുടെ തലസ്ഥാനം ടെനോച്ചിഡിലാൻ ആണ് കേട്ടോ. ടെനോച്ചിഡിലാൻ. ഇവര് മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്വർണം, ചെമ്പ്, തകരം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായി കാൽമേഗാക്കും എന്താണ് സ്ഥാപനവും മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ടെപ്പോച്ച് കെല്ലി എന്നീ സ്ഥാപനങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മെക്സിക്കോ, ഇവിടെ ചിനമ്പകളുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മെക്സിക്കോ തടാകത്തിനുള്ളിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളാണ് ചിനമ്പകൾ. ഈറ്റപ്പായകൾ ചെളി കൊണ്ട് മൂടി ചെളികൾ വെച്ച് പിടിപ്പിച്ചായിരുന്നു ദ്വീപുകൾ നിർമ്മിച്ചിരുന്നത്. കൊട്ടാരങ്ങളും പിരമിഡുകളും ഈ ദ്വീപുകൾക്കിടയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇൻകാകളെ പറ്റിയാട്ടോ. തെക്കേ അമേരിക്കയിൽ നിലനിന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് പെറുവിലെ ഇൻക സംസ്കാരം. കേന്ദ്രീകൃതമായ സാമ്രാജ്യത്വ ഭരണമാണ് ഇവിടെ നിലനിന്നിരുന്നത്. രാജാവായിരുന്നു പരമാധികാരി. കുസ്കോ ആയിരുന്നു തലസ്ഥാനം. കുസ്കോ ആണ് കേട്ടോ ഇവിടുത്തെ ഇൻകാകളുടെ തലസ്ഥാനം, കുസ്കോ. കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ദേവാലയങ്ങളും കൊട്ടാരങ്ങളും മനോഹരങ്ങളായ ഭവനങ്ങളും നഗരത്തിലുണ്ടായിരുന്നു. തലസ്ഥാനത്തെ റോഡ് മാർഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നു. മധ്യ പെറുവിൽ 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പിച്ചു ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. കമ്പിളി വസ്ത്രം നെയ്യാൻ ഇവർ ലാമ, അൽപ്പാക്ക മുതലായ ജന്തുക്കളുടെ തോൽ ഉപയോഗിച്ചിരുന്നു. കർഷകർക്ക് കൃഷി ചെയ്യാവുന്നത്ര ഭൂമി സർക്കാർ നൽകിയിരുന്നു. ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു പ്രധാന വിളകൾ. ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നിലവിലുണ്ടായിരുന്നു. ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നിലവിലുണ്ടായിരുന്നു. സ്പെയിനുകാരുടെ അമേരിക്കയിലെ കോളനിവൽക്കരണം ഈ സംസ്കാരങ്ങളെ തകർത്തു. ക്യൂപ്പു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചരലിൽ പ്രത്യേക കെട്ടുകളിട്ട് ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന രഹസ്യ ഭാഷയാണ് കേട്ടോ ക്യൂപ്പു. ഇപ്പൊ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ കാലങ്ങളിൽ ഉണ്ടായ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ മാറ്റങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിച്ചത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.